മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മലയാളത്തിൻ്റെ മഹാനടനായ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ടീസർ പോലത്തെ ഒരു സാധനം കങ്കുവയുടെ ഇൻട്രോവൽ പോർഷനിൽ തിയേറ്ററിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 3Dയിൽ തന്നെയാണ് അത് ഞാൻ കണ്ടത്. അപ്പം ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഒരു ട്രെയിലറായിട്ട് തന്നെ അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ചിത്രത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായം, ആ ട്രെയിലർ കണ്ടതിന് ശേഷമുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണിത്. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരു റിയാക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഒരു ട്രെയിലറിനെ കുറിച്ചുള്ള ഒരു റിവ്യൂവോ ഇംപ്രഷൻ വീഡിയോസോ ഒന്നും നമ്മൾ ഇന്ന് വരെ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതൊരു പുതിയൊരു തുടക്കമായിട്ട് കൊണ്ടുപോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയതായിട്ട് വരുന്ന ട്രെയിലേഴ്സും അതുപോലെ പുതിയതായിട്ട് റിലീസാകാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷനും എനിക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ്. അപ്പം ഒരു നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥ പറയുന്ന ചിത്രമായിരിക്കും. ഓൾറെഡി ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രൊജക്റ്റൊക്കെ തുടങ്ങിയതാണ്. അപ്പം അന്ന് മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഭൂതത്താൻ്റെ കഥയാണ്. ഒരു കുഞ്ഞു കുട്ടിയും ഭൂതത്താനും ഒക്കെ ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഓൾറെഡി തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇത് 3Dയിലാണ് ഒറിജിനൽ 3Dയിലാണ് ഇതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരുപാട് പ്രത്യേകതകൾ ഇപ്പോൾ ഉണ്ട്. കാരണം ഈ അടുത്തിറങ്ങിയ കുറേ 3D സിനിമകളെല്ലാം ഇത് 3D ക്യാമറയിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിനിമകളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് പ്രോപ്പർ 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പം ഇതിൻ്റെ ട്രെയിലർ ഞാൻ ഓൾറെഡി കങ്കുവ സിനിമയുടെ ഇൻ്റർവൽ പോർഷനിൽ ഞാനിത് 3Dയിൽ തന്നെ തിയേറ്ററിൽ കാണുകയുണ്ടായി. അപ്പം കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത് വളരെ മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം അത് അതിൻ്റെ 3D എഫക്റ്റ് കൊണ്ടും വിഷ്വൽ ക്വാളിറ്റി കൊണ്ടും പിന്നെ പെട്ടെന്നൊരു സർപ്രൈസിങ് ഫാക്ടർ പോലെ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു സൂപ്പറായിട്ട് എനിക്ക് തോന്നി. തിയേറ്ററിൽ കണ്ട വിഷ്വൽസിനെക്കാളും കൂടുതൽ വിഷ്വൽസ് ഇതിൻ്റെ അകത്ത് ഈ ട്രെയിലറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്കുണ്ടായൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഫീലൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി വളരെ മികച്ചാണ്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന സന്തോഷ് ശിവനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര ട്രീറ്റ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നും വേണ്ട. പിന്നീട് എനിക്ക് തോന്നി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ വിർച്വൽ ട്രെയിലർ എന്ന് പറയുന്നൊരു രീതിയിൽ, എന്ന് വെച്ചാൽ ഒരു 3D ഫീൽ നൽകുന്ന 2D വീഡിയോ ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ വേറൊരു സിനിമയുടെ ട്രെയിലറിലും ഇത്തരത്തിലുള്ളൊരു പരീക്ഷണം ഞാൻ കണ്ടിട്ടില്ല. ഇത് സൂപ്പറായിട്ട് തോന്നി. പക്ഷേ എനിക്കൊരു നെഗറ്റീവ് ഫീൽ അടിച്ച എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ 3D ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന കുറേ സീനുകളുണ്ടല്ലോ, ആഡ് ചെയ്യുന്ന സീനുകൾ, അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് അത് തിയേറ്ററിലിരുന്ന് കണ്ട സമയത്തും എനിക്കത് ഫീൽ ചെയ്തു. കാരണം ഇതിനുള്ളൊരു ഡ്രോബാക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ വിഷ്വലി കാണുമ്പോൾ സൂപ്പറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു OTT ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഒരു ക്രിഞ്ച് പരുവത്തിൽ, അല്ലെങ്കിൽ TV-യിലൊക്കെ വരുന്ന സമയത്ത് ഒരു ക്രിഞ്ച് പരുവത്തിലിരിക്കും ഈ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് ഈ സിനിമ മുമ്പോട്ട് വന്നത്. ആദ്യം ചെയ്തിരുന്നൊരു കാസ്റ്റിങ്ങും കാര്യങ്ങളും പൂജയും എല്ലാം നടത്തി, അതിനുശേഷം അതിൻ്റെ അകത്തുള്ള സകലമാന ആൾക്കാരെയും പറഞ്ഞു വിട്ട് വീണ്ടും റീകാസ്റ്റിംഗ് ചെയ്ത് അങ്ങനെ ഒരുപാട് ടൈം പീരീഡ് എടുത്ത് ചെയ്ത, ഒരുപാട് ലാലേട്ടൻ എഫേർട്ട് ഇട്ടെടുത്ത ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് പുറമേ ഇരുന്ന് പറയാവുന്നേ ഉള്ളൂ. പക്ഷെ തിയേറ്ററിലേക്ക് ആൾക്കാർ പോയിരിക്കുമ്പോൾ അവരെ ഇമ്പ്രസ് ചെയ്തില്ലെങ്കിൽ എഫേർട്ട് എത്ര എടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അത് അർത്ഥമില്ലാത്തൊരു കാര്യമായിരിക്കും. അപ്പം സ്ക്രീനിലേക്ക് ഈ എഫേർട്സ് എല്ലാം വരട്ടെ എന്നുള്ളതാണ് ഒരു പ്രതീക്ഷയായിട്ട് കൊടുക്കുന്നത് തന്നെ. ട്രെയിലർ കണ്ട് ഒരിക്കലും ഒരു സിനിമയെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ട്രെയിലർ എന്നെ ഒരു വലിയൊരു ഗുമ്മോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊന്നും നൽകാത്ത ഒരു ടൈപ്പ് ട്രെയിലറായിരുന്നു. എന്നാൽ കുട്ടികളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു കുറേ ഫാക്ടറുകൾ ഇത് ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും കൂടി തരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു അമേരിക്കക്കാരനാണ്, മാർക്ക് കിലിയൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാട്ടുകൾ, ബാക്കിയുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത് ലിഡിയൻ നടേശ്വരൻ എന്ന് പറയുന്നൊരു പയ്യനാണ്. അപ്പം മൊത്തത്തിൽ കാസ്റ്റ് ആൻഡ് ക്രൂ കുറച്ച് ഹൈടെക് ഇന്റർനാഷണൽ പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ഒരുപാട് ഫാന്റസി എലമെന്റ്സും ഫാന്റസി ഫാക്ടേഴ്സും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു റോളർ കോസ്റ്റർ ടൈപ്പ് സാധനങ്ങളും അതുപോലെ ഒരു ട്രഷർ ഹണ്ടും അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള ഒരു നർമ്മവും ഒക്കെ നിറഞ്ഞ രീതിയിലുള്ളൊരു കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭവും ആയിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതെല്ലാം ഈ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പ്രോമിസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ
ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കുന്ന ഒരു എലമെൻറ്റ് സാധാരണ ഒരു പ്രേക്ഷകന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഈ സിനിമ മോശമായി പോകും എന്നല്ല ഞാൻ പറയുന്നത്. ട്രെയിലർ കട്ടിൽ അതൊരു ഇമ്പാക്റ്റ് നൽകിയില്ല. മേ ബി ഇത് സിനിമയിൽ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആകാൻ പോകുന്ന, അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ പോകുന്ന ഒരു എലമെൻറ്റും കഥയും കഥാപാത്രങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എക്സ്പെക്ട് ചെയ്യാം. മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള ലാലേട്ടൻ്റെ 45 വർഷം 50 വർഷത്തെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ കരിയറിൽ അദ്ദേഹം എന്നും ആക്ഷനും കട്ടും ക്യാമറയും ആംഗിളും ഷോർട്ട് ഡിവിഷനും ഇതെല്ലാം കണ്ടു തന്നെയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിചയവും അതിൻ്റെ ഒരു നൈപുണ്യവും എല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിൽ കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആസ് എ ഫാൻ, ലാലേട്ടൻ ഫാൻ ആയിട്ടുള്ള ഞാനും ഇരിക്കുന്നത്. എന്തായാലും നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാനമാണ്. എന്താണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പുള്ളി നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു മാജിക്ക് ചുമ്മാ പോയി കൈവെക്കുകയല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബറോസ് കാണാൻ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ പോവുകയും ചെയ്യും. ട്രെയിലർ മാത്രമല്ല ഒരു സിനിമ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ട്രെയിലർ എനിക്ക് കണ്ടിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വരാൻ പോകുന്ന പടം മോശമായി പോവും എന്നല്ല ഞാൻ പറഞ്ഞത്. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.